ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്ന് ജൂൺ 1, സ്കൂൾ ഇന്ന് തുറക്കുവാണ്. ഇവിടെ പരിസരത്ത് പലർക്കും ജൂൺ 3-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത്. എന്തായാലും ഇവിടെ രണ്ടെണ്ണത്തിന് ഇന്ന് തുറക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും പാല് തിളപ്പിക്കാനും ഉള്ള വെള്ളമൊക്കെ കെറ്റിലിൽ വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. ഇന്ന് സ്കൂളിലേക്ക് പോകുന്നവൻ്റെ പാല് കുപ്പി സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടുള്ള വെള്ളമെന്ന്. പതുക്കെ നിർത്തണം എന്നെനിക്കുമുണ്ട്. പക്ഷെ എന്തോ അവൻ അങ്ങോട്ട് വലുതായി എന്നുള്ളത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാവണം. കഴിഞ്ഞ മാസവും മറ്റോ പുതിയൊരു ബോട്ടിൽ വരെ മേടിച്ചു. പിള്ളേർക്ക് രണ്ടുപേർക്കും ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് കുട്ടി ഇഡ്ലീസ് ഞാൻ ഇഡ്ലി തട്ടിലേക്ക് വെച്ചു. തേങ്ങ ഇന്നലെ രാത്രി പൊതിച്ച് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അലനെ വിളിച്ച് എണീപ്പിക്കേണ്ടി വന്നു. മൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല, ആൾക്ക് ഇന്ന് ഓഫാണ്, ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് സ്കൂളിലേക്കുള്ള യാത്ര 4 പേരും കൂടെ ഒന്നിച്ചായിരിക്കും. സിസിജിയിൽ എന്തോ റെക്കോർഡ്സ് ഒക്കെ ചേച്ചീനെ ഏൽപ്പിക്കാനായിട്ട് അലന് കൊണ്ടുപോകണം. കുറച്ചധികം പച്ചക്കറി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കവറ് മമ്മിക്ക് കൊണ്ട് കൊടുക്കണം. പിന്നെ കുക്കൂനാണെങ്കിൽ എല്ലാ ബുക്സും ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകണം. ആവശ്യമുള്ളത് അവിടെ വെച്ചിട്ട് ഡെയിലി പഠിക്കേണ്ടത് മാത്രം ഇനി തിരിച്ചു തന്നുവിടും. ഇതെല്ലാം കൂടെ അങ്ങ് എത്താനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ കാർ എടുക്കാന്നുള്ളത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള ഇഡലിയും പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എഗ്ഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ ബനാന സ്റ്റീം ചെയ്തതും കൂടെ കൊടുക്കുന്നുണ്ട്. ആ ബനാനയാണ് ഇപ്പോൾ ഇഡ്ലി തട്ടിൻ്റെ ഏറ്റവും മേളത്തെ തട്ടിൽ വെച്ചത്. അപ്പോഴേക്കും നമ്മൾ ആദ്യം വെച്ച കുട്ടി ഇഡ്ലീസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. തണുക്കാനായിട്ട് ഞാനതെടുത്ത് പുറത്ത് വെച്ചു. ഇത്തിരി മാവും കൂടി ഇരിക്കുന്നത് കുട്ടി ഇഡ്ലീസ് തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. വൈകുന്നേരം വല്ലതും പിള്ളേർക്ക് കൊടുക്കാമല്ലോ. രണ്ടുപേർക്കുള്ള പാലും എടുത്തു. മൈക്കിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാത്തത്, മൈക്ക് നോയിസ് ക്യാൻസലിംഗ് ആണ് എന്ന് കരുതിയാണ് ഞാൻ മേടിച്ചത്. പക്ഷേ നോയിസ് ക്യാൻസലിംഗ് അല്ല. പഴയതുപോലെ തന്നെ ഫാൻ ഇടാണ്ട് ഏതെങ്കിലും ഒരു മുറിയിൽ നല്ല രീതിയിൽ വിയർത്ത് കുളിച്ച് നിന്ന് വേണം വോയിസ് ഇടാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന സ്ലിപ്പേഴ്സ് അതും ഓൺലൈനാണ്. ലിങ്ക് ഞാൻ തപ്പിയിട്ട് കിട്ടുന്നില്ല. അതൊന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ, അത് അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാൻഡൽസ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇത് കുറച്ച് പിടുത്തമുണ്ട്, ഒന്നും അയയുന്നില്ല ഈ ഒരു മെറ്റീരിയൽ. ഇനിയും ഒരു തവണ കൂടെ ഞാൻ ഈ 2 സാധനങ്ങൾ മേടിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ മേടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ അത് വാങ്ങിക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് കടൽ ഓഫ് ദി ഡേ കണ്ടിട്ട് വരാം. പിന്നെ മറ്റൊരു കമന്റ് വന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ചെയ്തിട്ടില്ല. ഡിഗ്രി എടുത്തത് ഇംഗ്ലീഷിലാണ്. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് തന്നെ എടുക്കത്തുള്ളൂ എന്നും പറഞ്ഞെടുത്തതാണ്. എൻ്റെ ഓർമ്മയിൽ ഞാനും അമ്മയും കൂടെ മെനക്കെട്ടിരുന്ന് കണ്ടൊരു സീരിയൽ കാവ്യാഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു സീരിയലായിരുന്നു. ആ ഒരു സീരിയൽ കഴിഞ്ഞപ്പോൾ എങ്ങനെയോ TV-യിൽ എപ്പോഴോ എൻ്റെ മുന്നിൽ ഗ്രേസ് അനാറ്റമി എന്നും പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് സീരീസ് വന്നു പെട്ടു. ഇതാണ് രണ്ടുപേർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത്. ഉപ്പും പെപ്പറും ഇട്ട് ബോയിൽഡ് എഗ്ഗ്, സ്റ്റീം ചെയ്ത ബനാനയിൽ ഹണി ചേർത്തത്, ഓരോ ഗ്ലാസ് പാല്. ബാക്ക് ടു ദ ടോപ്പിക്. ആ ഒരു സീരീസ് ഞാൻ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി. അല്ലറ ചില്ലറ ഇംഗ്ലീഷ് മൂവീസ് മാത്രം കണ്ടിരുന്ന ഞാൻ പിന്നീട് അങ്ങോട്ട് കൂടുതൽ ഇംഗ്ലീഷ് മൂവീസ് സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങി. ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിയേ, നമ്മളിൽ പലർക്കും തമിഴ് മൂവീസ് കണ്ടാൽ മനസ്സിലാവും, തമിഴ് കേട്ടാൽ മനസ്സിലാവും, തമിഴ് സംസാരിക്കാൻ പറ്റും. പക്ഷെ തമിഴ് എഴുതാനോ വായിക്കാനോ പറ്റാത്തവരും കാണും. അതിൻ്റെ സോൾ റീസൺ ഒന്ന് മാത്രമാണ്, നമുക്ക് തമിഴ് മൂവീസിനോടുള്ള ഇഷ്ടം. അത് കണ്ടാണ് നമ്മൾ കൂടുതലും അത് പഠിക്കുന്നത്. ഡോക്ടേഴ്സ് ആവാൻ പഠിക്കുന്ന, ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസിൻ്റെ സ്റ്റോറിയായിരുന്നു ഈ ഗ്രേസ് അനാറ്റമി. അതുകൊണ്ട് തന്നെ എനിക്ക് ഡയലോഗ്സ് ഒക്കെ കുറച്ചങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പതുക്കെ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പേർപ്പസ്ഫുള്ളി ഇംഗ്ലീഷിലാക്കാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഈസ് അനദർ പോയിന്റ്, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ പതുക്കെ നമ്മുടെ വായിൽ ഇംഗ്ലീഷ് വന്നോളും. ഫ്ലുവൻസിയൊക്കെ അതിന് പുറകെ വരും. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വരിക ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്നായിരിക്കും. എന്ന് വെച്ചിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ കുത്തിയിരുന്ന് അങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് മാത്രം കാണണമെന്നൊന്നുമില്ല. ബട്ട് ഡെയിലി ഒരു 1 hour എങ്കിലും നമ്മൾ ആ ലാംഗ്വേജുമായിട്ട് എക്സ്പോസ്ഡ് ആയാലല്ലേ നമുക്കത് കേൾക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. യൂട്യൂബിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് മൂവി എടുത്ത് കാണും, അല്ലെങ്കിൽ ഒരു സീരീസ്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു എപ്പിസോഡ്, ഒരു മോട്ടിവേഷണൽ സ്പീച്ച്, എന്തെങ്കിലും. ബൈ ദ ബൈ, ജോൺ ഖോനായിക്ക് മറ്റൊരു പെട്ടിയും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് അല്ല, ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പച്ചക്കറിയും വെക്കാം. പക്ഷേ ഞാനിത് ഈ ഒരു ആവശ്യത്തിനായിട്ടാണ് മേടിച്ചത്. രാവിലെ എൻ്റെ സമയം ഒരുപാട് പോവും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ട് നിന്നാൽ. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് യു ക്യാൻ. പക്ഷേ മാക്സിമം ഓഫ് 3 days, കൂടിപ്പോയ 4 ദിവസം, അതിനപ്പുറം വെക്കരുത്. ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഇവരുടെ സ്നാക്സിൽ വെക്കുമ്പോൾ 2 ദിവസം കൊണ്ട് എന്തായാലും തീരും, 3 ദിവസം കൊണ്ട് ഉറപ്പായിട്ടും തീരും. നിലുവിന് കപ്പലണ്ടി മിഠായി ഒരുപാട് ഇഷ്ടമാണ്, കുക്കുവിന് ഇഷ്ടമല്ല. അവന് ബിസ്ക്കറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവർ ഡെയിലി കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓരോ പീസ് വീതം കൂടെ വെച്ചിട്ടുണ്ട്.
കുക്കു വളർന്നു വരുന്ന ടൈമിൽ, സംസാരിച്ച് തുടങ്ങുന്നതൊക്കെ ടൈമിലായിരുന്നു കോവിഡ് വന്നിരുന്നത്. ആ ടൈമിൽ ഞാൻ അവനെ പെപ്പർ പിഗാണ് കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ലാംഗ്വേജൊക്കെ കുറച്ച് ഫൈൻ ട്യൂൺഡാണ്. അത് മാത്രമല്ല നല്ല സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ അവനും ക്യാച്ച് ചെയ്തു. ഡാരലും ഡെല്ലയും ഓൾറെഡി ഫ്ലുവൻ്റ് ആയതുകൊണ്ട് ഇവർ 3 പേരും കൂടിയാൽ മിക്കപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. അത് കുറേ കൂടെ കാര്യങ്ങൾ എളുപ്പമാക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം പറയേണ്ട കാര്യം മെറ്റയോട് ചാറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഫൈൻ ട്യൂൺ ചെയ്തു തരും. ഞാൻ മൊത്തത്തിൽ നിങ്ങളെ TV കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ റീസൺ. ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾക്ക് ആ എക്സ്പോഷർ കിട്ടണം. നമ്മുടെ കുട്ടികൾ എങ്ങനെ മലയാളത്തിലെ ഗ്രാമർ ഒന്നും പഠിക്കാതെ മലയാളം ഇത്ര ഈസി ആയിട്ട് സംസാരിക്കുന്നു? കാരണം അവർ ജനിച്ച് വീഴുമ്പോൾ തൊട്ട് മലയാളം സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്, ചുറ്റുമുള്ളവർ സംസാരിക്കുന്നത്. നമുക്ക് ചുറ്റുമോ നമ്മുടെ കുട്ടികൾക്ക് ചുറ്റുമോ ആരും ഇംഗ്ലീഷിലെ വർത്താനം പറയുന്നില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സ്പോഷർ. അത് കിട്ടണമെങ്കിൽ നമുക്ക് മുന്നിൽ ആകെയുള്ള വഴി മീഡിയയാണ്. പതിയെ പതിയെ ഗംഗ പൂർണ്ണമായി നാഗവല്ലിയായി മാറി എന്ന് പറയുന്നത് പോലെ മോർണിംഗ് റുട്ടീനിൽ തുടങ്ങി പറഞ്ഞു ഞാനിപ്പോൾ ഒരു ലെക്ചർ മോഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നിലൂദേ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. വീടിന്റെ പരിസരമൊക്കെ ഒന്ന് കാണിക്കോ എന്ന് ആരോ കമന്റ് ചെയ്തിരുന്നു. ഒരു ലോങ് വീഡിയോയിൽ ഞാൻ ഇവിടുന്ന് സ്കൂൾ വരെയുള്ള വഴി മൊത്തം ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇന്നതുകൊണ്ട് തന്നെ അത്ര ഇലാബറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് കടലിലേക്കുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. കടപ്പുറത്ത് നിന്ന് വീട്ടിലേക്കുള്ള വ്യൂ കാണിക്കുന്നത് കുറവാണ്. അതും ഞാൻ ഇന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു വൈക്ലബിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡാരലിനെയും കൂടെ കണ്ടപ്പോഴേക്ക് നിലുവിന്റെ മുഖം തെളിഞ്ഞു. പിന്നെ മമ്മിയും ഡാഡയും ചേച്ചിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മയും പപ്പയും പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സ്ഥായി ഭാവം, പിണക്കം തന്നെ. ഇവിടെ നിന്ന് ഇവനെ നോക്കുമ്പോൾ എനിക്കൊരു മാടപ്രാവിനെ പോലെയാ തോന്നുന്നത്. പക്ഷെ കയ്യിലിരിപ്പ് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. ആ നിപ്പൊക്കെ കണ്ടോ? ഈശ്വര, എന്തൊരു ചൈതന്യം. അപ്പോൾ ഇനി വീടും പരിസരമൊക്കെ ഒന്ന് വിശദമായി കാണാം. അങ്ങനെ ഞങ്ങൾ 4 പേരിൽ മാത്രം ഒതുങ്ങുന്ന ഈ ഒരു കുഞ്ഞു ലോകം ഇപ്പോൾ 43,000 പേരുടെ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.